അതില് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഇപ്പൊ രാവിലെ 11 മണി 11:15 നമ്മൾ പറഞ്ഞാൽ CPM-കാർ അത് രാത്രി 11:15 പറഞ്ഞ് സമ്മതിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. ബാക്കി നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും പകൽ 11:15 അത് അവർ സമ്മതിക്കണമെന്നില്ല. ഇപ്പൊ ഡോക്ടർ ഹാരിസ് ചെയ്തതില് അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അത് സാധാരണ മനുഷ്യരെ ബാധിക്കുന്ന ഒരു വലിയ സാമൂഹ്യ പ്രശ്നമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അതിന്റെ പേരിലാണ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുന്നത്. പക്ഷേ അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കെ നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൃത്യമായ രാഷ്ട്രീയ അഭിപ്രായം രേഖപ്പെടുത്തി. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ചട്ടങ്ങൾ പ്രകാരം അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അതിനെതിരെ ഒരു അന്വേഷണ നടപടി ഉണ്ടായില്ലല്ലോ. അപ്പൊ അദ്ദേഹം കേരളത്തിലെ സാധാരണ മനുഷ്യർക്ക് ഗുണപരമാകേണ്ട ഒരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന്റെ പേരിൽ നടപടി എടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് മറ്റേ ഉത്തർപ്രദേശിലെ കഫീൽ ഖാനെതിരെ യോഗി ആദിത്യനാഥിന്റെ സർക്കാർ എടുത്ത നടപടിയുടെ സമമായിട്ടുള്ള നടപടിയായിട്ട് വരും. ഇവിടെ സജി ചെറിയാൻ പറയുന്നത് ആ ഡോക്ടർ ഇരിക്കുന്ന സ്ഥാനത്തിന് യോജിച്ച നടപടിയല്ല ചെയ്തതെന്ന. അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തിന് യോജിച്ച നടപടി തന്നെയാണ് ചെയ്തത്. ഒരു സർക്കാർ ആശുപത്രിയിലെ ഡോക്ടറുടെ പ്രഥമമായ ഉത്തരവാദിത്തം അയാളുടെ മുമ്പിൽ വരുന്ന രോഗികളുടെ ചികിത്സയും അവരുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ്. സർക്കാരിന് വാഴ്ത്തുപാടലുകൾ പാടുക എന്നുള്ളതല്ല. അപ്പൊ ഇവരെല്ലാരും വിചാരിച്ചിരിക്കുന്നത് സജി ചെറിയാനടക്കം GR അനിലടക്കം മുഖ്യമന്ത്രി അടക്കം കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിന്റെ മന്ത്രിമാരും അവർക്ക് വേണ്ടി സംസാരിക്കുന്നവരും വിചാരിക്കുന്നത് കേരളത്തിലെ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാരും നഴ്സുമാരും ആശാ വർക്കർമാരടക്കമുള്ള മുഴുവൻ ജോലിക്കാരും സർക്കാരിന് വേണ്ടിയിട്ട് PR പണിയെടുക്കണമെന്നാണ്. അതിന് PRD എന്ന് പറഞ്ഞ മറ്റൊരു വകുപ്പുണ്ട്. ലക്ഷക്കണക്കിന് രൂപ ശമ്പളം പറ്റിക്കൊണ്ട് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അതുകൂടാതെ സ്വകാര്യമായിട്ട് വേറെ പലരെയും നിയമിച്ചിട്ടുണ്ട്. സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് അവരുടെ മുമ്പിലെത്തുന്ന രോഗികൾക്ക് ചികിത്സ ഉറപ്പാക്കുക എന്നുള്ളതാണ്. അദ്ദേഹം ഒരു സിസ്റ്റം ഫെയിലിയറെ കുറിച്ചിട്ടാണ് സൂചിപ്പിച്ചത്. 2 ദിവസം മുമ്പ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത് ഡോക്ടർ ഹാരിസ് അഴിമതിയില്ലാത്ത നല്ല ഡോക്ടറാണ്, നിഷ്കളങ്കരാണ്, അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ എത്തിക്സിന്റെ ഭാഗമായിട്ട് വൈകാരികമായി പ്രതികരിച്ചാണെന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെ 2 ദിവസം കഴിയുമ്പോൾ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കാൻ പറ്റുക? അപ്പൊ അതൊരു തെറ്റായ നടപടിയാണ്. അതായത് തെറ്റായ നടപടി എന്ന് പറഞ്ഞാൽ തികഞ്ഞ ഫാസിസ്റ്റ് നടപടിയാണ്. ഇവിടെ സാധാരണ മനുഷ്യരെ ബാധിക്കുന്ന പ്രശ്നത്തെ അഡ്രസ് ചെയ്യുന്നില്ല, പകരം ആ ഡോക്ടറെ അഡ്രസ് ചെയ്യാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ആശുപത്രിയിൽ മരുന്നില്ലാത്തതിന്റെ ഉത്തരവാദിത്തമാർക്ക, സർജിക്കൽ ഉപകരണങ്ങൾ ഇല്ലാത്തതിന്റെ ഉത്തരവാദിത്തമാർക്ക, ആവശ്യത്തിന് ബെഡും മറ്റു ഫെസിലിറ്റിയും ഇല്ലാത്തതിന്റെ ഉത്തരവാദി ആരാ, ആവശ്യത്തിന് ഡോക്ടർമാരും നഴ്സുമാരും അറ്റൻഡർമാരും മറ്റ് സംവിധാനങ്ങളും ഇല്ലാത്തതിന്റെ ഉത്തരവാദി ആരാ, ആശാ വർക്കർമാർ തെരുവിൽ സമരം ചെയ്യുന്നതിന്റെ ഉത്തരവാദി ആരാ? കേരളത്തിലെ ആരോഗ്യ രംഗം നമ്മള് ലോകം മുഴുവൻ കേരള മോഡൽ എന്ന് വാഴ്ത്തിപ്പാടുന്നതിന്റെ 2 പ്രധാന ചരക്കുകൾ ആരോഗ്യ രംഗവും പൊതുജന ആരോഗ്യവും പൊതുവിദ്യാഭ്യാസ രംഗവുമാണ്. 2 രംഗവും കഴിഞ്ഞ 9 വർഷമായിട്ട് അതിഗുരുതരമായ തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. PR വർക്കുകൾക്ക് അപ്പുറം സർക്കാർ ആശുപത്രിയിൽ ചെല്ലുന്ന മനുഷ്യർ നേരിട്ട് അനുഭവിക്കുന്ന പ്രയാസമാണ് ആ ഡോക്ടർ കുറിച്ചത്. ഏത് സർക്കാർ ആശുപത്രിയിൽ നിങ്ങൾ നോക്കിക്കോ, സർക്കാർ ആശുപത്രികളുടെ ചുറ്റുവട്ടത്ത് എത്രയോ ലാബുകളും എത്രയോ മെഡിക്കൽ ഷോപ്പുകളും. ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് നമുക്കറിയാം. സംസ്ഥാന വ്യാപകമായി ഇതിൽ പ്രതിഷേധമൊക്കെ നടത്തി. രാഷ്ട്രീയത്തിലപ്പുറം ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യമാണ്, പ്രത്യേകിച്ച് ഡോക്ടർ ഹാരിസിനൊപ്പം നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഡോക്ടർക്കെതിരെ ഒരു നടപടി വന്നാൽ കോൺഗ്രസിന്റെ ഒരു നിലപാട് എന്താവും? ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിച്ചാൽ ആ വിഷയം കൂടി ഇപ്പൊ നിലവിൽ കേരളത്തിലെ ആരോഗ്യ രംഗത്തെ തകർച്ചയെ സൂചിപ്പിച്ചുകൊണ്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിശക്തമായിട്ടുള്ള സമരം കോൺഗ്രസിന്റെ KPCCയുടെ DCCകളുടെ നേതൃത്വത്തിൽ നിരവധിയായ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിനെ ചുറ്റിപ്പറ്റി ഡോക്ടർക്കെതിരായിട്ടുള്ളൊരു സമരം നടപടി സ്വീകരിച്ചാൽ അതിനെയും അതിശക്തമായിട്ട് ഞങ്ങൾ ചെറുക്കും. കാരണം ഇവിടെ സർക്കാർ ആശുപത്രിയിൽ വരുന്ന രോഗികളുടെ പ്രശ്നമാണ് അഡ്രസ് ചെയ്യേണ്ടത്. ആ ഡോക്ടർ ഉയർത്തിയ ക്രിയാത്മകമായ വിമർശനത്തെ അല്ല സർക്കാർ അഡ്രസ് ചെയ്യേണ്ടത്. ആ ഡോക്ടർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ എത്രയോ പെട്ടെന്നാണ് അടിയന്തരമായിട്ട് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ അവിടെ എത്തിയത്, വിമാനമാർഗം എത്തി, അല്ലെ? ഇപ്പൊ നാട്ടിലെ എല്ലാ സർക്കാർ ആശുപത്രിയിലും ഡോക്ടർമാരും നഴ്സുമാരും ഫാർമസിസ്റ്റുകളും ഇനി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാലേ സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കൂ എന്നുള്ളതാണോ? അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് നടപടി സ്വീകരിക്കാൻ പറ്റില്ലല്ലോ. ഈ സർക്കാരിന്റെ ഇതേ സമയം കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് 2 കുട്ടികൾക്ക് പരിക്കേറ്റു. ആ വാർത്ത വരികയാണ്, ഇപ്പോൾ പുറത്തു വരികയാണ്. അതായത് ഒരിടത്തും സുരക്ഷിതമല്ല പലപ്പോഴും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഇപ്പോഴാണ് കുറച്ചെങ്കിലും നവീകരിച്ചത്. അല്ല, മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ നീന്തൽക്കുളം നവീകരിക്കാനും തൊഴുത്ത് നവീകരിക്കാനും ലിഫ്റ്റ് വെക്കാനും ഒക്കെ ചെലവഴിച്ച കോടികൾ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന് വേണ്ടി 200 കോടി രൂപ ചെലവഴിക്കുകയും മുഖ്യമന്ത്രിയുടെ മുഖം ദേശീയപാതയോരത്ത് അടിച്ചു വെക്കാൻ വേണ്ടിയിട്ട് 15 കോടി രൂപയ്ക്ക് ചെലവഴിക്കാൻ താല്പര്യം കാണിച്ച ഒരു സർക്കാർ ആശുപത്രികളുടെ നവീകരണത്തിന്, ആശുപത്രികളുടെ പുനരുദ്ധാരണ പ്രവർത്തനത്തിന്, അവിടെ മരുന്ന് കൊടുക്കുന്നതിന്, അവിടെ സർജിക്കൽ ഇക്വിപ്മെന്റ്സ് വെക്കുന്നതിന്, ആവശ്യത്തിന് ജോലിക്കാരെ വെക്കുന്നതിന് ഒരു താല്പര്യം കാണിക്കുന്നില്ല. അതാണ് ഇവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ട പ്രശ്നം. ആ പ്രശ്നത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അഭിപ്രായം പറയുന്നവർക്കെതിരെ ഒക്കെ നടപടി സ്വീകരിച്ച് അങ്ങ് വിരട്ടിക്കളയാമെന്ന് സർക്കാർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആയിരക്കണക്കിന് മനുഷ്യർ തെരുവിലിറങ്ങിയുള്ള സമരം
അഭിമുഖീകരിക്കേണ്ടി വരും. ഈ മരുന്ന് കിട്ടാത്ത മനുഷ്യര് തൊട്ടടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ പോകുന്നത് കൊണ്ടല്ലേ കേരളത്തിലെ സർക്കാർ ആശുപത്രികളുടെ ചുറ്റുവട്ടത്ത് മാത്രമുള്ള മെഡിക്കൽ ഷോപ്പുകൾ ഇതുപോലെ കുമിഞ്ഞുകൂടി വരുന്നത്, സ്കാനിങ് സെന്ററുകൾ വരുന്നത്, ലാബുകൾ വരുന്നത്. എന്റെ ഒരു സ്വകാര്യ ആശുപത്രിയുടെ ചുറ്റുവട്ടത്ത് അത്തരം സ്ഥാപനങ്ങളൊന്നും വരുന്നില്ല. നമ്മൾ ആ മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ തൊഴിൽ കളയണമെന്നല്ല പറയാം. പക്ഷെ കേരളത്തിലെ സർക്കാർ ആശുപത്രികളെ ചുറ്റിപ്പറ്റി അതിന്റെ അകത്തും പുറത്തും ആരോഗ്യ രംഗത്ത് അതിരൂക്ഷമായിട്ടുള്ള അതിഗുരുതരമായിട്ടുള്ള അഴിമതിക്കുള്ള അരങ്ങൊരുക്കുന്നുണ്ട്. അത് സർക്കാർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അതിലൊരു സംശയം വേണ്ട. സ്വകാര്യ മെഡിക്കൽ ലോബികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ അറിഞ്ഞുകൊണ്ടാണ് ഈ അലംഭാവം കാണിക്കുന്നത്. ഈ മഴക്കാലമാകുമ്പോൾ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോൾ ഇത്തരത്തിൽ മരുന്നില്ലാതെ വരുന്നത് രോഗികൾ സ്വകാര്യ ആശുപത്രിയിൽ പോകാൻ വേണ്ടിയിട്ട് അവരുമായിട്ട് സ്വകാര്യ മെഡിക്കൽ ലോബിയുമായിട്ട് സർക്കാരിന്റെ ഒത്തുകളിയുടെ ഭാഗമാണെന്ന് സംശയിക്കേണ്ടി വരും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.